ഇപ്പൊ ശീതന്റെ വളയ്ക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ശീതനെ കാണുന്നത് എവിടെയോ എന്തോ ഒരു തകരാറ്. പക്ഷെ എല്ലാത്തിനും ഞാനല്ലേ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷോർട്ട് ഫിലിമില്ല. അപ്പോഴേ നമ്മള് നോട്ട് ചെയ്ത ഓക്കെ നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഈ കുട്ടി കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കണ്ടത് കാണാം. പിന്നീട് നമ്മൾ സിനിമയിൽ എത്തുന്നത് സിനിമയിൽ കാണുന്നത് മോനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള പടമാണ്. സെറ്റാണോ? നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയും റീൽസ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, സിനിമയിലൊന്നും എത്തൂല, നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഞാനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടൊന്നും കാര്യം ഞാനിപ്പോ എന്റെ ടീം തുടങ്ങുന്ന തന്നെ എങ്ങനെയും സിനിമയിൽ എത്തുക. എനിക്കും അത് തന്നെ മതി. ഒന്നാമത് ഞാൻ പിന്നെ കഥ പോലും കേൾക്കണം എന്റെ മൈൻഡിലൊക്കെ ചെയ്യാം, എന്റെ മാക്സിമം ഔട്ട് കൊടുക്കാം. കാർത്തിക് സുബ്രാജിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഈ സിനിമയിലോട്ട്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൊററാണോ അതോ തമാശയാണോ, കോമഡിയാണോ ഹൊററാണോ കൂടുതൽ? എനിക്കൊന്നൊരു ഒരു സദ്യ കഴിക്കുന്ന ഫീൽ ഉണ്ടാവും. എല്ലാം കൂട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സുഖമില്ലേ, അത് എന്തായാലും പ്രകമ്പനത്തിൽ. ഇപ്പൊ ഒരുപാട് സിനിമയ്ക്ക് രണ്ടാം പാർട്ട് വരുന്നൊരു ടൈപ്പാണ്. പ്രകമ്പനത്തിന് അങ്ങനെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? മേബി വേണമെങ്കിൽ ആകാം. ഹായ്, വെൽക്കം ബാക്ക് ടു നോട്ടിഫൈ മീഡിയ. ഐ എം ഗൗതം കൃഷ്ണ വിത്ത് യു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രകമ്പനം മൂവിയുടെ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാഗറുണ്ട്, അമീനുണ്ട്, ശീതളുണ്ട്, ഡയറക്ടർ സാറുണ്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഹായ്. നമുക്കിപ്പോൾ പ്രകമ്പനം പേര് തന്നെ തുടങ്ങാം. എന്താണ് പ്രകമ്പനം? ആ ഒരു പേര് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം, ഒരു പ്രത്യേകതയുള്ള പേരാണ് പ്രകമ്പനം. ശരിക്കും കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ സബ്ജക്ട് ബേസ് ഇടാൻ പറ്റിയ ഒരു പേര് തന്നെയാണ് പ്രകമ്പനം. നമ്മൾ റെഫറൻസ് നമ്മുടെ കയ്യിൽ ഒരു 5ഓളം ടൈറ്റിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിട്ട് നമ്മൾ സംസാരിക്കും. നമ്മളെ സ്ക്രിപ്റ്റായിട്ട് കുറച്ചും കൂടെ മാച്ചായിട്ട് നിൽക്കുന്ന പേരാണ് പ്രകമ്പനം. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൊററാണോ അതോ തമാശയാണോ, കോമഡിയാണോ ഹൊററാണോ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി ഉണ്ടാവുക? അത് എനിക്കങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നപ്പം എനിക്കൊന്നൊരു ഒരു സദ്യ കഴിക്കുന്ന ഫീൽ ഉണ്ടാവും. എല്ലാം കൂട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സുഖമില്ലേ, അത് എന്തായാലും പ്രകമ്പനത്തിൽ കിട്ടും. ഇപ്പൊ ഒരുപാട് സിനിമയ്ക്ക് രണ്ടാം പാർട്ട് വരുന്നൊരു ടൈപ്പാണ്. പ്രകമ്പനത്തിന് അങ്ങനെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? മേബി വേണമെങ്കിൽ ആകാം. അങ്ങനെയാണ് സിനിമ നിർത്തുന്നത്. അല്ല, അങ്ങനെ നിർത്തുന്നത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമയാണ് ടെർബി കഴിഞ്ഞതിന് ശേഷം, ടെർബിക്ക് ശേഷമല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് സാഗർ ചെയ്ത വേഷങ്ങളൊക്കെ കുറച്ച് ഒരു ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണർ പരിപാടിയാണ്. ബട്ട് ഇതിൽ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. എങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്നപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മീൻസ് കുറെ കാലമായിട്ട് ടച്ച് വിട്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ, എങ്ങനെയായിരുന്നു? ഇല്ലടാ, ടച്ച് അങ്ങനെ വിട്ടെന്നല്ല, നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സ്ക്രിപ്റ്റ് വന്നിരുന്നില്ല. അപ്പൊ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നോക്കിയൊരു ഹ്യൂമർ സബ്ജക്ട് പഠിക്കാൻ ഓപ്പോസിറ്റ് ഒരു സ്ക്രിപ്റ്റ് നോക്കി നിൽക്കുന്ന സമയത്താണ് വിജയശേട്ടൻ വന്ന്, വിജയശേട്ടനും ശ്രീഹരി എന്ന റൈറ്ററും കൂടി വന്ന് കഥ പറഞ്ഞ് ഭയങ്കര രസമുണ്ട്. ഇതിന്റെ കഥ തന്നെയാണ് ഇതിന്റെ മെയിൻ ഘടകം. ഇതിൽ എൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ആ സിനിമയുടെ ടീച്ചർ കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ ത്രൂ ഔട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും കടന്നു പോകുന്ന എല്ലാ ഹ്യൂമറിലൂടെയാണ് ഇതിൽ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷ വരുന്നൊരു സിനിമയാണ്. ഇറങ്ങിയാൽ എന്തായാലും ഒരു മിനിമം 50 കോടിയുടെ മേലെ പോകുമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും. കാരണം ഈ സിനിമയെ കുറിച്ച് നമ്മൾ കേട്ടു, നല്ല അടിപൊളി സിനിമയാണ്, ഭയങ്കര കോമഡിയാണ്, കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആണ് എന്നുള്ള ഒരു മീൻസ് സിനിമ കണ്ട ആൾക്കാർ തന്നെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഭയങ്കര പ്രതീക്ഷ. അത് മാത്രമല്ല, ടീസർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ഭയങ്കര കിടിലൻ ടീസർ ആയിരുന്നു, അതിലെ മ്യൂസിക് ആണെങ്കിലും എല്ലാം. അപ്പൊ ഭയങ്കര പ്രതീക്ഷ നടന്നൊരു സിനിമയാണ്. പിന്നെ അമീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു സിനിമ, അതായത് പെട്ടെന്ന് ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഇപ്പൊ നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയും റീൽസ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, സിനിമയിലൊന്നും എത്തൂല, നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു വളർച്ച വരുമ്പോൾ എന്താ? ഞാനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ടീം തുടങ്ങുന്നത് തന്നെ എങ്ങനെയും സിനിമയിൽ എത്തുക, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. തുടങ്ങിയൊരു ഒരു 1 year ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് മൂവിയുടെ ഒരു കോൾ വന്നായിരുന്നു. അത് പിന്നെ ജസ്റ്റ് ഒരു നോർമൽ റോള് പോലെ. പക്ഷേ എല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ചാൻസ് കിട്ടുകൊണ്ട് പിന്നെ ഞാൻ കമ്മിറ്റ് ആക്കി. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് എന്താ പറയുക, മെയിനായിട്ടുള്ള 3 പേരിൽ ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. എനിക്കും അത് തന്നെ മതി. ഒന്നാമതായിട്ട് ഞാൻ പിന്നെ കഥ പോലും കേൾക്കുന്നത് എൻ്റെ മൈൻഡിലൊക്കെ ഇത് ചെയ്യാം, എൻ്റെ ബാങ്കിന് ഔട്ട് കൊടുക്കുക. അപ്പോൾ വിജയചേട്ടൻ പറഞ്ഞു, നീ ഒന്ന് കഥ കേട്ടു, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു കഥ കേട്ടു. കഥ ഓക്കെ, അത് വേറൊരു ടോപ്പ് നോച്ച് അതെന്റെ മൈൻഡിൽ അതായത് കേൾക്കണമെന്നില്ല എനിക്ക്. ഇത്രയും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ആദ്യമായിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സ് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഒരു 3 ഫ്രണ്ട്സ് ആണ്, ഇവരുടെ 3 പേരുടെ ലൈഫിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ കഥ പോലും കേൾക്കണ്ടല്ലോ. കൂടുതലും ഹോസ്റ്റൽ സെറ്റപ്പിൽ, കൂടുതലും ഹോസ്റ്റൽ അങ്ങനത്തെ ഒരു റേഞ്ച് ആണല്ലോ കഥ വരുന്നത്. അപ്പൊ സിനിമയിലെ ഒരു പോർഷനാണ് ഹോസ്റ്റൽ. അപ്പോൾ അവിടെ ആ ഒരു സെറ്റപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. നമ്മളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എത്ര പേര് ഹോസ്റ്റലിൽ നിന്നിട്ടൊന്നും അറിയില്ല. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സ്, പരിപാടികൾ, ഗ്രൂപ്പ്, ആ ഒരു സംഭവങ്ങൾ. അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണോ, അതോ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ട് ആൾക്കാരാകുമ്പോൾ? അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടോ? ഇല്ല, കൂടുതലും കൈമൊന്നും ഇടിക്കാണ്ട് തന്നെയാണ് ചെയ്യാം. എന്നാലും ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചില സാധനങ്ങൾ ഇട്ടിട്ട് അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കൂടുതൽ അത്തരം പരിപാടികൾ നിൽക്കണ്ട, എന്താണോ അത്. ഇപ്പൊ നദികളിൽ സുന്ദരി യമുനയ്ക്ക് ശേഷം ആ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അജു ആണെങ്കിലും അതേപോലെ ധ്യാൻ ചേട്ടനാണെങ്കിലും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതിൽ വരുമ്പോൾ എൻ്റെ ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നത് കൂടുതൽ സീനിയർ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആക്ടേഴ്സിൽ ഗണപതി ആയിരിക്കും കുറച്ചുകൂടി സീനിയർ, ബാക്കിയുള്ളവരൊക്കെ യങ് ആണല്ലോ. അപ്പോൾ എങ്ങനെ ഈ 2 ടീമിനെ എങ്ങനെ ഉണ്ടായിരുന്നു 2 സിനിമയുടെ? ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് മലികാമ ആണെങ്കിലും ആണെങ്കിലും നവാസക്ക ആണെങ്കിലും ഈ പറയുന്നല്ലേ രാജേഷ് മാധവൻ, അങ്ങനെ ഒരുപാട് വലിയ ആക്ടേഴ്സിന്റെ പടം തന്നെയാണ്. അപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഈസി ആയിരുന്നു. കാരണം വെച്ചെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. ഇവരെല്ലാം ഭയങ്കര കുസൃതിയാണ്. വളരെ സീരിയസ് ആയിട്ട് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിൽ പോയി അത് മൊത്തം ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടുന്ന് ഇങ്ങനെ കൈവന്ന് പോലെ. പക്ഷെ എന്റെ ഫ്രണ്ട് ക്യാമറക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ പാടായിരുന്നു. ഇല്ല, ആരും അതില്ല, ഒരിക്കലും ഇല്ല കേട്ടോ. അയ്യോ, അങ്ങനെ ഞാൻ ഈ പടം കഴിയുമ്പോ തന്നെ കഴിഞ്ഞ് നമ്മള് ഭയങ്കര മിസ്സിങ് ആയിരുന്നു വരെ. അപ്പം ഞങ്ങളിങ്ങനെ ദൈവമേ ഇത് നല്ല രീതിക്ക് അടി അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ എൻ്റെ റൈറ്ററോട് പറയുന്നു, ഇവന്മാരെ വെച്ചിട്ട് ഒരു അടുത്തൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യും. അത്രത്തോളം രസമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഇപ്പൊ ശീതന്റെ വളയ്ക്ക് ശേഷം വളയ്ക്ക് ശേഷം വരുന്ന സിനിമ, അപ്പൊ ഇപ്പൊ എങ്ങനെയായിരുന്നു ഓരോ സ്ക്രിപ്റ്റ് തെരഞ്ഞെടുക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ശീതലിനെ കാണുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ മുന്നേ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഷോർട്ട് ഫിലിമിലാണ്. ഷോർട്ട് ഫിലിം പേര് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഫ്രണ്ട് അതിലാണ് ആദ്യം കാണുന്നത്. അപ്പോഴേ നമ്മള് നോട്ട് ചെയ്ത ഓക്കെ നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഈ കുട്ടി കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കണ്ടത് ആളാ. പിന്നീട് നമുക്ക് സിനിമയിൽ എത്തുന്നതും സിനിമയിൽ കാണുന്നതും. അതിപ്പോ ഇപ്പൊ ഈ പ്രകമ്പനം സിനിമ വരുമ്പോ എങ്ങനെയായിരുന്നു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ? നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഇതുവരെ കിട്ടിയതിനേക്കാൾ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ഉള്ള റോളാണെന്ന്? ഇല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഗോളമാണ് എന്റെ ഫസ്റ്റ് ഫിലിം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ബംബ്ലിംഗ് ആയാലും എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത്. ഗോളം ഈ പറഞ്ഞ മാതിരി ഓഡിഷൻ ത്രൂ ഞാൻ ചെയ്തിട്ടുള്ള ഒരു എന്റെ വർക്കാണ്. അതിനുശേഷം വള എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അതും ഈ പറഞ്ഞ ത്രൂ ഔട്ട് ഫസ്റ്റ് ആദ്യം കിട്ടിയൊരു ഫീമെയിൽ ലീഡ് ഇതായിരുന്നു. അതിനുശേഷം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഭിജിത്ത്, ഇതിൽ നമ്മൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ത്രൂ ആണ് ആദ്യം ഞാൻ വിജയചേട്ടനെ കാണുന്നത്. അതിനുശേഷം ചെറിയൊരു ഓഡിഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെലക്റ്റഡ് ആയി.
പക്ഷെ കഥ കേൾക്കാന്ന് വെച്ചാൽ കഥ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ മൂന്നുപേരാണ്. ഈ മൂന്നുപേരുടെ കൂടെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് എനിക്കത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. സ്പെഷ്യലി അത് നോട്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഹൊറർ കോമഡി ഇഷ്ടമുള്ളൊരു ജോണറാണ്. പക്ഷെ ഹൊറർ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചിരിക്കാനും ഫണ്ണും എല്ലാം ഉള്ള ഒരു എലമെന്റ് ഉള്ള ഒരു പടം ആയതുകൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ ഞാൻ വെറുപ്പായിരുന്നു, കാരണം എനിക്ക് വേറെ നിർത്തിയില്ല. പിന്നെ കാർത്തിക് സുബ്രാജിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു ഈ സിനിമയിലോട്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? അങ്ങനെ സംഭവിച്ചു ഇവര് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്? കാർത്തിക് സാർ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ ഇതിനകത്തേക്ക് കാണുന്നത് ഗണുവിന്റെ അടുത്ത് ഗണപതിയുടെ അടുത്ത് ഒരു സബ്ജക്റ്റ് ആയിട്ട് അവർ വന്നു. കാർത്തിക് സാറിന്റെ ഒരു ബ്രദറുണ്ട് കാർത്തികേയൻ, പുള്ളി വന്ന് ഒരു സബ്ജക്റ്റ് സംസാരിച്ചു. അപ്പം ഗണു പറഞ്ഞു ഞാനൊരു ഡിഫറെന്റ് ആയിട്ടൊരു നല്ലൊരു സബ്ജക്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യാൻ നിൽക്കേണ്ട അടുത്ത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കാർത്തിക് സാർ അത് ആ സബ്ജക്റ്റ് എന്താണെന്ന് ഗണു അതിൻ്റെ ഒരു ചെറിയൊരു പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇതിൽ അവർക്കും കൂടി ജോയിൻ ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നവര ശ്രീത്തേട്ടൻ ഏതെങ്കിലും നല്ല ടീം വരികയാണെങ്കിൽ അവരെയും കൂടി കൂട്ടി ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ പ്രകമ്പനം ഏറ്റെടുത്ത് നല്ല രീതിക്ക് വന്നു. പക്ഷെ ഇപ്പോൾ അവസാനം ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നേ, ഒരു 4-5 ദിവസം മുന്നേ, ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം നല്ലതായിട്ട് പനിയൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഫ്ലാറ്റിലോട്ട് ഈ പറയുന്ന പോലെ കാർത്തിക് സാർ പടം കണ്ടിട്ട് നേരെ വരികയാണ്. പടം കണ്ടിട്ട് നേരെ ആ ഒരു വന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം. ആ സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റാത്ത അർത്ഥത്തിൽ സന്തോഷം. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവര് ആ പടം നന്നായിട്ടും പ്രൊഡ്യൂസേഴ്സ് അത് ഏറ്റെടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ അപ്പുറം വേറൊന്നും സന്തോഷം. നമുക്ക് ഏറ്റവും സന്തോഷം പ്രൊഡ്യൂസർ ഹാപ്പി ആകുമ്പോഴാണ്. അത് എനിക്ക് രണ്ടുപേരും, ശ്രീതാട്ടനാണെങ്കിലും ഇതിന്റെ സുധീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, പുള്ളിയാണെങ്കിലും കാർത്തിക് സാറാണെങ്കിലും ഒക്കെ ഔട്ട് കണ്ടിട്ട് വളരെ ഇനി കാണുന്ന പ്രേക്ഷകരും നല്ല പറഞ്ഞു ഇത് സന്തോഷത്തോടെ പോട്ടെ. എന്റെ പനിയൊക്കെ കുറച്ച് വിട്ടുപോയത് എനിക്ക് തോന്നുന്നു ഇത് കേട്ടതിന് ശേഷം വന്നിട്ട് ഹഗ് ചെയ്ത് പകർന്നു. പിന്നെ ഇതില് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കലാഭവൻ നവാസേട്ടന്റെ കാര്യം. എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് തോന്നുന്നു? അത് വലിയ ഷോക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് ഭയങ്കരമായിട്ട് ഉണ്ടായ മനുഷ്യൻ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇല്ലാന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങൾക്ക് അന്ന് എല്ലാവർക്കും ഒരുമിച്ച് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അതും വലിയൊരു അതെ ഒരു മേജർ സീനായിരുന്നു. 3 ദിവസം പ്ലാൻ ചെയ്ത് സീൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മളത് രാത്രിയിൽ സ്ക്രിപ്റ്റ് പോയി പൊളിച്ചു. എന്തോ രാത്രിയിൽ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു തോന്നി, ഇത് 3 ദിവസം ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു പരിപാടിയേ ഉള്ളൂ. 3 ദിവസം നവാസ്കിന് അവിടെ ഒരു ഷൂട്ട് ഉണ്ടാവും. രാത്രിയിൽ മൊത്തം ഇരുന്ന് ഏകദേശം ഒരു വെളുപ്പിന് 4 മണിയോടെ ആ സ്ക്രിപ്റ്റ് ഒന്ന് പൊളിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്ന് എൻ്റെ ടീം ക്രൂനോ റൈറ്ററാണെങ്കിലും ക്യാമറമാനാണെങ്കിലും എൻ്റെ എല്ലാ ടീമിനെയും വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്, നമുക്ക് 3 ദിവസം ഇവിടെ ചെയ്യേണ്ടത് ഒറ്റ ദിവസം നമ്മൾ തീർക്കാൻ പോവാം. അത് അവരൊക്കെ ഓക്കെ. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ പ്രൊഡക്ഷൻ സൈഡിലും കൂടി അറിയിക്കണം. ഈ പ്രൊഡക്ഷൻ സൈഡിൽ ഈ പറയുന്ന പോലെ ശ്രീധരനെ വിളിച്ച് കാര്യം പറഞ്ഞു, ടീഷറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നോട് പറഞ്ഞത് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ, ഉറപ്പാണെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ സ്ക്രിപ്റ്റ് വിളിച്ച് ഇതിൽ ആക്ടേഴ്സിന് പോലും നമ്മൾ തലേദിവസം സ്ക്രിപ്റ്റ് കൊടുത്തത് മറ്റേതാണ്, 3 ദിവസമുള്ളതാണ്. ഇവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് നമ്മൾ 6 മണിയോടുകൂടി, ഒരു 6:15 അല്ലേ, 6:15 ഇവരുടെ പോർഷൻ മൊത്തം കഴിഞ്ഞു. അതായത് നവാസ്, ഇവരെല്ലാവരും ഗണും, ഇവർ 3 പേരും, അസീക്ക, എല്ലാവരും, നിമിഷം മാഷി, ഇവരൊക്കെ കൂടിയിട്ട് ഒരു പോർഷനായിരുന്നു. 6:15 തീർന്നു. എനിക്കെന്തോ കുഞ്ഞികൃഷ്ണ മാഷ് മാത്രം ചെറിയൊരു ബാലൻസ് ഉണ്ടായിരുന്നു, 1/2 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരൊക്കെ പറഞ്ഞു വിട്ടു. അതായത് കുഞ്ഞികൃഷ്ണ മാഷിന് ആ ഷോട്ട് കഴിഞ്ഞ് ആ സീൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആള് നമ്മളെ വിട്ട് പോയി എന്നുള്ളത്. അതൊരു വലിയ വേദന തന്നെയാണ്. പുള്ളിക്ക് അതിൽ വളരെ ഇഷ്ടമുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. അത് ആ പോർഷൻ മൊത്തം തീർന്നെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പുള്ളിക്കൊരു സീൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ആ സീൻ കേട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി ആ സീനിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നോട് മകൻ പറഞ്ഞു. അത് പുള്ളിക്ക് ചെയ്യാൻ കഴിയും, അതൊരു വലിയ വിഷമമുണ്ടായിരുന്നു. ഈ പടത്തിന് വേണ്ടി പുള്ളി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത്. കാരണം വെച്ചാൽ ഇതിനകത്ത് കണ്ണൂർ സ്ലാങ് ആണ് പുള്ളി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ സ്ലാങ്
പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് എന്നോടും ഗണുവിനോടും വന്ന് സംസാരിക്കും. ഗണു പയ്യന്നൂരായതുകൊണ്ട് ഗണുവിനോടും വന്നപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും. പിന്നെ ഓരോ സീൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ വന്നിട്ട് പറയും അങ്ങനെ പെട്ടെന്നില്ലേ സെറ്റാവില്ലേ, ഞാൻ അങ്ങനെ ഓക്കെ അല്ലേ, ഞാൻ ഇത് ഇറങ്ങട്ടെ, ഇത് ഇറങ്ങി അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്ത നവാസിന്റെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ തുടങ്ങിയായിരുന്നു ഗോൾഡൻ പീരീഡ്. ക്യാരക്ടറിന്റെ പല ആക്ടേഴ്സിൽ നിന്ന് മാറി മാറി മാസ്കയിലേക്ക് എത്തിയത്. ആ ക്യാരക്ടർ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് വന്ന് ചെയ്യുമ്പോഴത് വാല്യൂ ഉണ്ടാവും ക്യാരക്ടർ. അങ്ങനെയാണ് നവാസ്കയിലേക്ക് എത്തിയത്. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എന്നാലും ഗണപതി ആയിട്ടുള്ള ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കോംബോ? ഗണപതി ഗണപതി ഇല്ലാത്തോണ്ടാട്ടാ ഞാൻ ചോദിക്കുന്നത്, പറയാലോ. നല്ലതായിരുന്നു. നമ്മളിങ്ങനെ കോളേജിലൊരു പരിപാടി, ഇങ്ങനെ ക്യാമ്പസിന്റെ ഒരു സ്റ്റോറി, നല്ല രസമായിരുന്നു. നമുക്ക് കെമിസ്ട്രി ഉണ്ടാവില്ല രണ്ടുപേരും. നമുക്ക് എല്ലാ ലൊക്കേഷനും അങ്ങനെ കിട്ടണമെന്നില്ല. കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിൽ കാസ്റ്റ് ചെയ്ത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 3 പേരും വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് എപ്പോഴും സംഭവിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ച് ഒക്കെ സംഭവിക്കാം. പക്ഷെ ഈ സിനിമ നോക്കുമ്പോൾ ഇതിന്റെ എല്ലാ സൈഡും നോക്കുകയാണെങ്കിൽ എല്ലാം ബെസ്റ്റ് ഔട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള പടമാണ്. സെറ്റാണോ? പക്ഷെ അതൊന്ന് അത്ര ഫണ്ണായിട്ട് ചെയ്ത കാരണം സിനിമയിൽ നന്നായി വന്നിട്ടുണ്ട്. ആ ഒരു രസം ജനങ്ങൾക്ക് ഇപ്പൊ ടീസർ കട്ട് ചെയ്തപ്പോ അങ്ങനെ സംശയം പ്രേക്ഷകരുടെ ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അതായത് നമുക്ക് രോമാഞ്ചവും അതേപോലെ മറ്റേ അടിയപ്പേരെ കൂട്ടും ഈ 2 സിനിമയുടെയും ഒരു ഗ്ലിംസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്താ ഈ ചോദ്യം വരാത്തത്? ടീസർ കാണുമ്പോ അറിഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് അതുപോലൊരു സാധനമാണ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് അതിന്റെ നമ്മളങ്ങനെ കൊടുത്തിട്ടാണല്ലോ. ഹോസ്റ്റല് ആക്ച്വലി സിനിമയിലുള്ള ഒരു ഭാഗം മാത്രമാണ്. അത് കണ്ടതിന്റെ ബേസിലാണ് ഇവര് എല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞത്. അതെ, പിന്നെ നമ്മുടെ മറ്റേ റോജോ ബോർഡും പരിപാടിയും ആ ഒരു സീക്വൻസ് കൂടി അതിൽ ആ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ. പരിപാടി ഉണ്ട്. പക്ഷെ മീൻസ് ടീച്ചർ കാണുമ്പോ അങ്ങനെ ആൾക്കാർ ചിന്തിക്കും, കൊടുത്തിട്ടില്ല. അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തായിരുന്നു എന്നായിരുന്നു എന്റെ ചോദ്യം. അല്ല, ഒരു ഹോസ്റ്റലായി കഴിഞ്ഞാൽ 10 ഓജോ ബോർഡും കുറെ ചുറ്റും ഇതിലും ഹോസ്റ്റലായി കഴിഞ്ഞാൽ ഓജോ ബോർഡ് നിർബന്ധം. അത് നമ്മളൊന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ട്വിസ്റ്റ് ഇതിൽ കാണാം, പ്രതീക്ഷിക്കാം. ഇപ്പം ഒരുപാട് ഹൊറർ കോമഡി സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സർവ്വമായം തന്നെ ഒരു ഹൊറർ കോമഡി ജോണറാണ്. അപ്പൊ ഈ സിനിമ എങ്ങനെയാണ് മറ്റു ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്ന്? എല്ലാ ഹൊറർ സിനിമക്കും അതിന്റെ കണ്ടന്റിൽ ഡിഫറൻറ്റ് അല്ലേ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളും ഇങ്ങനൊരു സ്റ്റോറി ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു സ്റ്റോറി വന്നപ്പോൾ ഞാൻ ഹോസ്റ്റൽ ലൈവിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്ന് അതിനൊരു നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ പ്രകമ്പനത്തിൽ സംഭവിച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ ആ കഥ ടോട്ടലി ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ ഹൊറർ സിനിമയിലും വെച്ച് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് നമ്മൾ എഴുതിയുണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ക്യാരക്ടർ ഇതിനകത്തൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നുള്ള യങ്സ്റ്റേഴ്സിലെ പല ആക്ടേഴ്സിനോടും സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ആ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ അവർക്ക് അതിലൊരു ക്യാരക്ടർ, ആ മെയിൻ ക്യാരക്ടർ നമ്മൾ അവരുടെ എത്തുമ്പോൾ അവർക്ക് പറയാന്നൊക്കെ പറയും, പക്ഷെ അവരതിൽ നിന്ന് പിന്മാറും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഇവര് മാറുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവരുടെ സൗഹൃദങ്ങളിൽ സംസാരിച്ച കാര്യം, അവരുടെ സൗഹൃദങ്ങളിൽ സംസാരിച്ച ആൾക്കാരെ നമ്മളോട് പറയുകയും ചെയ്തു ആ ക്യാരക്ടർ ഫ്ലോപ്പ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കണ്ടെച്ചെങ്കിൽ അത് കൈമെന്ന് പാളിക്കഴിഞ്ഞാൽ ആ ആക്ടറിന്റെ കരിയറിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പല ആക്ടേഴ്സും ഇതൊന്ന് പേടിച്ചിട്ട് പിന്മാറി. ആ ക്യാരക്ടർ ഇപ്പൊ ഈ സിനിമയിൽ പക്ഷെ എനിക്കത് റിവീൽ ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. സാഗറാണോ?
നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം അത് ആരാണുള്ളത്. അത് അയാള് എടുത്ത് വെച്ചിട്ടുള്ള വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അദ്ദേഹം അത് എന്നെ സംബന്ധിച്ച് ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് 100% അതിന്റെ ഒരു ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ കാസ്റ്റിംഗ് തന്നെ ഭയങ്കര വെറൈറ്റിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ക്രൂവിലോട്ട് എത്തിപ്പെടുന്നത്, കാസ്റ്റിംഗിലോട്ട്? ഇതില് ഓൾറെഡി എനിക്ക് ഇതിനകത്തൊരു ക്യാരക്ടർ, ഗണുവിന്റെ ക്യാരക്ടർ ആദ്യമേ എനിക്ക് കാരണം വെച്ചെങ്കിൽ എനിക്ക് കണ്ണൂർ സ്ലാങ് സംസാരിക്കുന്ന ഒരു ആക്ടർ ഇതിനകത്ത് വേണം. അപ്പം ഇതിന്റെ ഒരു ക്യാരക്ടർ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പം ഞാൻ ഗണുവിനെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തു. ഗണുവിനോട് സബ്ജക്റ്റ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഗണു വേണമെന്നാണ് മസ്റ്റ്. ഞാൻ എന്റെ പ്രൊഡക്ഷൻ ടീമിനോട് ആദ്യം സംസാരിച്ചു. അമീൻ ഈ പറഞ്ഞ പോലെ, അമീൻ അറിയാമല്ലോ, ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് കുട്ടികൾക്ക് എന്റെ മകനൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പം എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ തന്നെയാണ് അമീന്റെ ഒരു പേര് വന്നത്, സജഷൻ. ഓൾറെഡി ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് വെച്ചു. അപ്പൊ ഓൾറെഡി അമീനെ വെച്ചിട്ട് വേറൊരു പ്രോജക്റ്റ് അവര് ഉണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നമുക്ക് നോക്കാം, കാരണം ഒരു പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ അവരെ സംസാരിച്ചത് ഞാൻ അറിയില്ലായിരുന്നു ആ പ്രോജക്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പറയുമ്പോൾ സംസാരിക്കാന്ന് വെച്ചാൽ ആ പടത്തിന്റെ ഡയറക്ടറോട് പറഞ്ഞു ഇങ്ങനൊരു വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്. പുള്ളി പറഞ്ഞു അത് അവരുടെ ഇഷ്ടമാണ്, എന്താ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശരിക്കും അമീൻ ഇതിലേക്ക് ഉണ്ടാകുന്നത്. പിന്നെ സാഗറിന്റെ അടുത്തതുപോലെ, സാഗർ ആദ്യം സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചത് പറയാൻ കേട്ടോ, സാഗർ സബ്ജക്റ്റ് സംസാരിച്ചത് കഥ കേട്ട് സ്ക്രിപ്റ്റ് കേട്ട് പറയാന്ന് പറഞ്ഞു. ആള് സ്ക്രിപ്റ്റ് വായിച്ച് 2 ദിവസത്തിനൊക്കെ മറുപടി പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതേപോലെ തന്നെയാണ് ചേട്ടാ, പിന്നെ ഞാൻ പറയാന്നുണ്ട്. പിന്നെ ടൈമിന് പറയാന്ന് പറഞ്ഞു. ആൾക്കും ഈ പറഞ്ഞ പോലെ ഒരു വിട്ട മൂഡ് തന്നെ എനിക്ക്. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ ടീമിനോട് പറഞ്ഞു നമുക്ക് നോക്കാം, ബെറ്റർ ഓപ്ഷൻ തരും. ബെറ്റർ ഓപ്ഷൻ തരും നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് 1 മാസം കഴിയുമ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ, ഞാൻ സ്ഥലം കാസർഗോഡാണ്, സ്കൂളിൽ കുറുക്ക് ബോർഡർ സൈഡാണ്. ഞാൻ ആ വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഒരു മെസ്സേജ് വരും, വിജയ് ചേട്ടാ എന്തായി നമ്മ പടത്തിന്റെ കാര്യം. ഞാൻ അങ്ങോട്ട് മറുപടി സാഗർ അയച്ചു, എടാ നീ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നാ പിന്നെ നമുക്ക് ഉറപ്പിക്കാം അല്ലേ, ഞാൻ വരാം. ആ ഒരു വാക്കിൽ പടം പെട്ടെന്ന് പോകുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ 3 പേരോട് ചോദിക്കാം. ഫസ്റ്റ് നമുക്കൊരു ഹൊറർ 4 പേരോട് ചോദിക്കാം. അതായത് അല്ല, ഞാൻ 4 ഉദ്ദേശിച്ചത് 3 മാറി ഒഴിവാക്കിയത്. ആക്ച്വലി കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് വിജയുടെ കുറച്ച് സിനിമകളുണ്ട്. വിജയുടെ കുറച്ച് പടങ്ങളുണ്ട്. വിജയ് ഫാൻ അല്ല മീൻ? ഞാൻ വിജയ് ഫാനാണ്. സാഗർ അല്ല, ലാസ്റ്റ് പടം ഇറങ്ങിയിട്ടില്ല, ലാസ്റ്റ് പടം കൂടി ഉള്ളപ്പോ വിജയുടെ കുറച്ച് പടങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഹൊറർ കോമഡി, മലയാളത്തിലെ കുറച്ച് ഹൊറർ സിനിമകൾ. അതിൽ റാങ്ക് ചെയ്താൽ മതി. പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്നുള്ളത് സാഗറിന് തുടങ്ങാം. ഫസ്റ്റ് സാഗറിന് ഏതാണ്? വിജയ് സിനിമകളാണോ ഹൊറർ കോമഡി? കണ്ടിട്ടുള്ള പടങ്ങളാണ്. അല്ല, കണ്ടിട്ടുള്ള പടങ്ങളായിരിക്കും കൂടുതൽ. നമുക്ക് ഹൊറർ കോമഡി പരിപാടികൾ പിടിക്കാം. മണിച്ചിത്രത്താഴ് ഓർ ചതിക്കാത്ത ചന്തു? എനിക്ക് മണിച്ചിത്രത്താഴ് ഇഷ്ടപ്പെട്ട 2 പരിപാടി. പക്ഷെ എനിക്ക് ചിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് ചതിക്കാത്ത ചന്തു ഓർ രോമാഞ്ചം? രോമാഞ്ചം ഓർ അടികപ്പിയാരെ കൂട്ടമണി? എനിക്ക് രോമാഞ്ചം. രോമാഞ്ചം ഓർ ഒരു മുறை വന്ന് പാർത്തായ? രോമാഞ്ചം ഓർ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ? രോമാഞ്ചം ഓർ വെള്ളി നക്ഷത്രം? നീ ചോദിക്കണ്ട, എനിക്ക് എല്ലാം രോമാഞ്ചം. രോമാഞ്ചം ഓർ ഹലോ മമ്മി? ഇനിയിപ്പോ ചേഞ്ച് ആവണമെങ്കിൽ പ്രകമ്പനം ഇറങ്ങണോ? ഓക്കെ, രോമാഞ്ചം ഓർ സർവമായം? എനിക്ക് സർവമായ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പൊളിച്ചു. ഇനിയിപ്പോ പ്രകമ്പനം ഓർ സർവമായം? എനിക്ക് കോമഡിയുടെ ഇഷ്ടം ആണ്. അപ്പൊ പ്രകമ്പനം. കൂടുതൽ ഇഷ്ടം പ്രകമ്പനം. ഓക്കെ, അപ്പൊ ഞാൻ അമീനോട്, വിജയ് ഫാൻ ആയതുകൊണ്ട് തന്നെ വിജയന്റെ പടങ്ങളെ കുറിച്ച് ചോദിക്കാം. തുള്ളാതമനവും തുള്ളും ഓർ ഷാജഹാൻ? തുള്ളാതമനവും തുള്ളും ഓർ ഖുഷി? തുള്ളാതമനവും തുള്ളും ഓർ സച്ചിൻ?
തുള്ളാതെ മനവും തുള്ളും ഒരു ഗില്ലി കണ്ടിട്ടുണ്ടല്ലോ പടം. ബാക്കി കണ്ടിട്ടില്ല. അല്ല വിജയ് ഫാൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഗില്ലി ഓർ തുള്ളാതെ മനവും തുള്ളും. തുള്ളാതെ മനവും തുള്ളും ഒരു അഴകിയ തമിഴ് മകൻ. തുള്ളാതെ മനവും തുള്ളും ഒരു പോക്കിരി. പോക്കിരി ഓർ കാവൽ. പോക്കിരി ഓർ നൻപൻ. പോക്കിരി ഓർ തുപ്പാക്കി. പോക്കിരി ഓർ കത്തി. പോക്കിരി ഓർ മെർസൽ. പോക്കിരി ഓർ ബിഗിൽ. പോക്കിരി ഓർ ബീസ്റ്റ്. പോക്കിരി ഓർ മാസ്റ്റർ. പോക്കിരി ഓർ ലിയോ. ലാസ്റ്റ് ഒന്ന് പോക്കിരി ഓർ ലിയോ. അതുകൊണ്ട് അത്ര ഇഷ്ടം പോക്കിരി. പിന്നെ ഒരുപാട് സിനിമകളുണ്ട്. ഗില്ലി ഉണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ പോക്കിരി കമ്പയർ ചെയ്ത് നോക്കുമ്പോ പൊക്കിരിയല്ലേ ചോദിച്ചത്. പോക്കിരിയും ബാക്കി സിനിമകളും ഉണ്ടല്ലോ. പോക്കിരി ഇപ്പൊ ഗില്ലിയും പോക്കിരിയുള്ള ഏറ്റവും ഇഷ്ടം ഏതാ? പോക്കി നമുക്ക് വിജയപ്പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനം പിന്നെ അങ്ങോട്ട് നമുക്ക് ആ ഒരു പരിപാടി കിട്ടി ഒന്നും പറഞ്ഞ മാസ്റ്റർ ലിയോ. മാസ്റ്റർ ഉറങ്ങിയിരുന്ന ഗ്യാപ്പില് ആളെ സെറ്റില് വിളിക്കുന്ന പേരാണ് ആക്ഷനൊക്കെ വിളിച്ചപ്പോ ഉറങ്ങിപ്പോയി. അതായത് നമ്മള് ഹോസ്റ്റലിന്റെ അകത്തുനിന്ന് സീൻ എടുക്കുന്നു. എന്തായാലും എറ്റ് പെയ്യാനും മറ്റേ കാര്യത്തിനൊക്കെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ടൈം ഉണ്ടാവില്ലേ? സൈഡിൽ നിന്ന് ചെറിയ കൂർക്കം വരികയാക്കാം. പുള്ളി എവിടെ സ്ഥലമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു സ്പേസ് കിട്ടിയ അപ്പൊ കിടന്നുറങ്ങും. ഞാൻ അസൂയ ഇത്രയും സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തി നമുക്ക് ഉറക്കേയില്ല. എവിടെ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ഉറങ്ങുന്നല്ലോ ഇയാള്. ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ടോ ഈ സിനിമയിൽ? ഇല്ല. ഇപ്പൊ നോക്കാം, വിജയ് പടം ആണോ അതോ നമുക്ക് ഹൊറർ കോമഡി ആണോ? ഹൊറർ മതി. ഓക്കെ. മണിച്ചിത്രത്താഴ് ഒരു ചതിക്കാത്ത ജന്തു സെയിം ആണല്ലോ. മണിച്ചിത്രത്താഴ് ഓർ അടികപ്പിയാരെ കൂട്ടമണി. അടികപ്പിയാരെ കൂട്ടമണി ഒരു രോമാഞ്ചം. അടികപ്പിയാരെ കൂട്ടമണി ഓർ ഇൻഗോസ്റ്റ് ഹൗസിൻ. അടികപ്പിയാരെ കൂട്ടമണി ഓർ ഹലോ മമ്മി. അടികപ്പിയാരെ കൂട്ടമണി ഓർ ഹലോ മമ്മി സുമതി വളവ്. ഹലോ മമ്മി ഞാൻ നേരത്തെ ചോദിച്ചില്ല. സുമതി വളവ്. അടികപ്പിയാരെ കൂട്ടമണി സർവമായ. മൂടിലേശം മാറ്റിട്ടൊക്കെ പറഞ്ഞോട്ടോ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ കോമഡി മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഇന്നലെ ഏകദേശം അതേ വൈബിൽ വരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടൊന്നല്ല, ആക്ച്വലി ആ പടം എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു മൂവിയാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടി തിരിച്ചിട്ട് ഇങ്ങനെ കണ്ണു പടം ഇറങ്ങുമ്പോ ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു. ഏത് വർഷം? 2013-14 എനിക്ക് 14 വയസ്സ്. 14 വയസ്സോ? 30 വയസ്സായി. അതെങ്ങനെയാണ് സിബിജിയുടെ കണക്ക് ശരിയാവുള്ളത്? ഇപ്പൊ ഗണപതി മീൻസ് ഗണപതിനെ കാണാൻ തുടങ്ങുമ്പോ അപ്പൊ എത്രയോ വർഷം മുന്നേ കാണാൻ തുടങ്ങി. ചെറിയ കുട്ടിയാകുമ്പോ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല ഗണപതി. എങ്ങനെയുണ്ടായിരുന്നു അത്രയും മുന്നേ കണ്ടിട്ട്? ഗണപതി അങ്ങനെ 5 വയസ്സിന്റെ ഡിഫറൻസ്. ഗണപതിക്ക് 30 വയസ്സ്. മുന്നേ അറിയുന്ന ഒരാളാ, നല്ലൊരു ഫ്രണ്ടാണ് എന്റെ. അത് പറയാൻ പറഞ്ഞോ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന തള്ളവൈബ് എന്നുള്ളൊരു ക്യാപ്ഷൻ, അത് എന്ത് ഇതിലായിരിക്കും തള്ളവൈബ് എന്ന് കൊടുക്കാൻ കാരണം? മീൻസ് എന്തെങ്കിലും ഇപ്പൊ സിനിമയിൽ തള്ളവൈബായിട്ട് ബന്ധപ്പെട്ട അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് കൊടുത്താണ്. ഓക്കെ, ആണ് പടം. മൂഡ്. അപ്പൊ പടത്തിന്റെ മൂഡ് അപ്പൊ ഇനി ഇപ്പൊ UK യൂറോപ്പിലൊക്കെ ഇപ്പൊ RFT ഫിലിംസ് ആണ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രേക്ഷകരോട് എന്താ പറയണെന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ഹിറ്റായാൽ മാത്രമേ
അല്ല നല്ലൊരു സിനിമയായിരിക്കും എന്തായാലും, അതൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കാർത്തിക് സുബ്രാജ് പോലുള്ള സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻസ് ഒക്കെ ഇറക്കി വന്ന ആ സിനിമയുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങളെ ഓഡിയൻസിനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും ഇത്. ഇനി ബാക്കി നിങ്ങൾ കണ്ട് വിലയിരുത്താം. എനിക്കും ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ 30-ാം തീയതി, അതായത് ഈ മാസം 30-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഞാൻ പറയട്ടെ, എൻ്റെ കോൺഫിഡൻസ് ആണ് ഈ സിനിമ എന്തായാലും 50 കോടി മിനിമം അടിക്കും എന്നുള്ളത്. കാരണം അത്രയും നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, വിജയിപ്പിക്കുക. നമുക്ക് അടുത്ത ഇൻ്റർവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.